എടാ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉള്ള ഡൗട്ടാട്ടോ. ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാണോ, ഇതാണോ കറക്റ്റായിട്ടുള്ളത്, ഇങ്ങനെ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ നല്ലത്, അതായത് സെൽഫ് സ്റ്റഡി ആണോ നല്ലതെന്നൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാർക്കായാലും അല്ലാത്തവർക്കായാലും ഒക്കെ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 2019 ഞാൻ PSC പഠിക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു. കറക്റ്റ് 3 മാസമാവും ഞാൻ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട്. നല്ല ബേസിക്കായിട്ട് എനിക്ക് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നീട് എന്താണ് എനിക്ക് യാതൊരു സപ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. ഒരു 10-15 മണിക്കൂറൊക്കെ ഉണ്ട് 3 മാസം കൊണ്ട് കറക്റ്റായിട്ട് റാങ്ക് ഫയൽ പഠിച്ച് തീർത്തു. ഓക്കെ, അതുകൊണ്ട് എനിക്ക് എല്ലാ വിഷയങ്ങളോടൊരു നല്ലൊരു ഇത് തോന്നി എനിക്ക്. അപ്പോൾ അത് സെൽഫ് സ്റ്റഡിയാണത്. പിന്നീട് ഞാൻ വീണ്ടും ഇമ്പ്രൂവ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഓൺലൈൻ കോഴ്സ് സെലക്ട് ചെയ്തു. PSC ടോക്സ് എന്ന് പറയും. അത് നല്ല സമയത്തൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ പിന്നെ എനിക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാതെയായി. പിന്നെ ഞാൻ അത് ക്വിറ്റ് ചെയ്ത് പിന്നെയും സെൽഫ് സ്റ്റഡിയിലോട്ട് വന്നു. പിന്നെയും ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് പോയി. ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ചതിൻ്റെ എന്താ വീണ്ടും കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ടൈം നല്ല വേസ്റ്റായിട്ട് പോണ പോലെ തോന്നി. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ഏരിയാസ് വീണ്ടും കേൾക്കുന്നു, വീണ്ടും നോട്ട് ചെയ്തെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതത്ര രസമായിട്ട് തോന്നിയില്ല. എൻ്റെ ടൈം മൊത്തം വേസ്റ്റ് ആണെന്ന് തോന്നി. കാരണം ഞാൻ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈം എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾക്ക് പഠിക്കാൻ എടുക്കുകയാണെങ്കിൽ എൻ്റെ ആ ഒരു പോർഷൻ എനിക്ക് കംപ്ലീറ്റ് ആവുന്നൊരു വിചാരം വന്നു. സോ ഞാനത് ക്വിറ്റ് ചെയ്തു. പിന്നീട് വീട്ടിൽ ഇരുന്നിട്ട് പഠിപ്പായി. പിന്നെയാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ സൈലം ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു പൂതി വീണ്ടും പോയിട്ട് ഓൺലൈൻ എടുക്കണം, എങ്ങനെ പോയാൽ ശരിയാവില്ല, അപ്പോൾ സൈലാവുമ്പോൾ നല്ല സാർമാർ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ ഞാനും LDക്ക് ജോയിൻ ചെയ്തു. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് ഇതുവരെയും എടുക്കാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെടുക്കുന്ന എല്ലാ ടീച്ചേഴ്സിൻ്റെയും സാറുമാരുടെ ക്ലാസ്സും നമുക്ക് ഇഷ്ടപ്പെടില്ല ഒരിക്കലും. ഓക്കെ, അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് ക്ലാസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ട് അന്നേരം തോന്നും. സോ എന്തിനാണ് ഇത് എടുത്തതെന്ന് പല സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാ സാറുമാരുടെയും അല്ല കേട്ടോ, 1-2 സാറുമാരുടെ ക്ലാസ്സും നമുക്ക് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഭയങ്കര ഒരു രസം തോന്നാത്ത ക്ലാസ്സാണ്. പക്ഷെ ഗതികേട് നമ്മളെന്താ എടുത്തുപോയി. അപ്പം നമ്മൾ ഉറപ്പായിട്ടും അത് പഠിക്കണമല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ പോരായ്മ. എന്ന് വെച്ചാൽ ഡെയിലി ക്ലാസ് ഇടുമ്പോൾ ചിലപ്പം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പം റിവിഷൻ കിട്ടാത്തൊരു സമയം വരും. നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് വേണം റിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ഒരിക്കലും ഈ ശനിയാഴ്ച റിവിഷൻ ഉണ്ടായിരിക്കും, അടുത്ത ശനിയാഴ്ച റിവിഷൻ ഒരിക്കലല്ല കേട്ടോ. അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എക്സാം ടൈമിലോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു റിവിഷൻ മെത്തേഡൊക്കെ പോവുള്ളൂ. അതുവരെ നമ്മളിത് അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ നോട്ട് എഴുതി ചുമ്മാ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഡെയിലി റിവിഷൻ ചെയ്യണ ഒരാൾക്കാണെങ്കിൽ ഓക്കെ. അല്ലാത്തവർ ഇത് എപ്പോഴാണ് റിവിഷൻ വരുന്നത് എന്ന് വെച്ച് കാത്തിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നോട്ട് പെൻഡിങ് ആവും. നമുക്ക് PDF പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആകെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥ വരും. ശരിക്കും ഡെയിലി നമ്മൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പെൻഡിങ് പോർഷനായിട്ട് മാറും. അത് ഒന്നാമത്തെ കേസ്. പിന്നെ സെൽഫ് സ്റ്റഡി ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ നല്ലൊരു മെത്തേഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സെൽഫ് സ്റ്റഡി നല്ലതായിരിക്കും. നമ്മൾ ഒരുപാട് പൈസയോ കാര്യങ്ങളൊന്നും നമ്മൾ ഒരു ഭാഗത്തും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ വാരി വലിച്ചുള്ള പഠനം അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അവിടുന്ന് വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ ഇവിടുന്നും കിട്ടുന്ന ടെലഗ്രാം ചാനൽ, യൂട്യൂബ് ചാനലിലത്തെ നോട്ട്സ് കാര്യങ്ങൾ ഒക്കെ അതുപോലെ പ്രശ്നം ആവും. അപ്പോൾ നല്ലൊരു മെത്തേഡ് കീപ്പ് ചെയ്തിട്ട് പോവുക. പഠിക്കുന്ന നല്ല 2 മണിക്കൂർ 3 മണിക്കൂറാണെങ്കിൽ അത് നല്ല യൂസ് ആക്കണമെന്ന് ഞാൻ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സമയത്ത് പഠിച്ചതെന്നാണ്. പക്ഷെ വാരി വലിച്ചുള്ള പഠനം ഒന്നിലേക്ക് എത്തിക്കില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് ഞാൻ ചേരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു എക്സാം ബാച്ചിനോ ആയിരിക്കും ഞാൻ ചേരുന്നത്. കമ്പൈൻ സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഞാനൊരു ബാച്ച് എടുത്തിട്ട് പോയിട്ട് ഒരിക്കലും ചേരില്ല. അത് ബേസ് ഉള്ളവരുടെ കാര്യം പറഞ്ഞാൽ. അല്ലാത്തവർ ഉറപ്പായിട്ടും ഒരു ഓഫ്ലൈൻ ക്ലാസ് സെലക്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഓൺലൈൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനും അറിയണം. ലൈവ് സെഷനൊക്കെ വരുമ്പോൾ ഡെയിലി അറ്റൻഡ് ചെയ്യാനായിട്ട് പഠിക്കണം. പിന്നത്തെ ഒരു ദിവസത്തേക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാതിരിക്കുക. ഡെയിലി റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഗൈഡ് ചെയ്തിട്ട് പോകണം. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ സെൽഫ് സ്റ്റഡി ആകുമ്പോൾ അത്രയും നല്ലത്. ഓഫ്ലൈൻ ആകുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. ഓൺലൈൻ ആകുമ്പോൾ പരിമിതികൾ കൂടുതലാണ്. അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ വീട്ടമ്മമാർ, കുട്ടികൾ ഉള്ളവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓഫ്ലൈൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ കോഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ. കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ്. നല്ല ക്ലാസ്സുകളാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുന്നതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല.
ഓൺലൈൻ പഠിച്ച് നല്ല മാർക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഓൺലൈൻ ഓഫ്ലൈൻ സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഓക്കെ, അതിൻ്റെ പുറത്തുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്. ഇതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.